ചോയ് നക്ഷത്രം. ചോയ് നക്ഷത്രക്കാർ പൊതുവെ ഒരാളുടെ കൺട്രോളിൽ ജീവിക്കാൻ വന്നവരല്ല, അവർ റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ വന്നവരാണ്. അവർ അത്തരത്തിലുള്ള ഒരു ആൾ തന്നെയാണ്. ചോയ് നക്ഷത്രക്കാർ പൊതുവേ എല്ലാവരും പറയുന്നത് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, സോഷ്യലാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവരൊരു നെറ്റ്വർക്ക് കിങ് തന്നെയാണ്. നിങ്ങൾ ഒരിടത്ത് ബൈൻഡായി ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഫ്രീഡം വേണം, നെറ്റ്വർക്കിംഗ് പവർ വേണം. നിങ്ങൾക്ക് ആളുകളെ കണക്ട് ചെയ്യാൻ കഴിയും, പുതിയ കോണ്ടാക്ട്സ് ഈസിലി ഉണ്ടാക്കാൻ കഴിയും. മറ്റൊരു ഇടം സൈഡ് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് വെച്ചാൽ ഇൻസ്റ്റെബിലിറ്റിയാണ്, കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ, ഡിസ്ട്രാക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. പോസിറ്റീവ് സൈഡ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻ്റലിജൻസ്, ഓപ്പർച്യൂണിറ്റി അട്രാക്റ്റ് ചെയ്യലോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ആളുകളെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് കഴിയും. മാർച്ച് മാസം ജ്യോതി നക്ഷത്രക്കാർക്ക് റെസ്ട്രിക്റ്റഡ് മന്ത് തന്നെയായിരുന്നു. ഫ്രീഡം ഇല്ല, ബോറിങ് വർക്കാണ്, ഫ്രസ്ട്രേഷനാണ്, പൈസ മൊത്തം പോയി, അപമാനം അടക്കം നിങ്ങൾക്ക് വേണിച്ചാൽ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു ഗ്രോത്തും ഉണ്ടാവില്ല, പൈസ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ നിങ്ങളുടേത്. റിലേഷൻഷിപ്പിലും പ്രണയത്തിലും കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രഷർ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഡിസ്റ്റൻസ്, മെൻ്റൽ സ്റ്റേറ്റ് ആണെങ്കിൽ ഭയങ്കര ബോറ്, റെസ്റ്റ്ലെസ്, എസ്കേപ്പ് ചെയ്യണം എന്നൊരു ഫീലിങ്സ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിന്ന് എങ്ങനെയാണ് ഒരു രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. മാർച്ച് നിങ്ങളെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. ഒരു